السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. ഏകദേശം ഒരു ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വരികയാണ്. റമദാൻ ഉമ്മത്തി, വിശുദ്ധ റമദാനിൻ്റെ ഉമ്മത്തിൻ്റെ മാസമെന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 3 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയുണ്ടായി. അതിൽ പെട്ടതാണ് സയ്യിദ് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു, വിശുദ്ധ റമദാൻ എത്തിയിട്ട് അവൻ്റെ പാവങ്ങൾ പൊറുക്കാത്തതായ രീതിയിൽ അവൻ ജീവിച്ചു കഴിഞ്ഞാൽ അവന് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ അവിടെ സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആമീൻ പറയുകയുണ്ട്. അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് അവിടുന്ന് ആമീൻ പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മളുടെ റമദാനുകൾ പാവങ്ങൾ പൊറുക്കുന്നതായ റമദാനാക്കി നാം മാറ്റും. വിശുദ്ധ റമദാന് 3 പത്തുകളാണുള്ളത്. 1 റഹ്മത്തിൻ്റെ 10, 2 മഗ്ഫിറത്തിൻ്റെ 10, 3 നരകമോചനത്തിൻ്റെ 10. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നത്. 1-ാമത്തത് റഹ്മത്തിൻ്റെ 10. ഒരു സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു തആല നിങ്ങളെ സഹായിക്കുമെന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും നമ്മുടെ നാവ് കൊണ്ട് പോലും നാം മറ്റുള്ളവരെ സഹായിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.